ഹലോ, സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങൾ ഫ്രൈഡേ വേളാങ്കണ്ണി പോയെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ദേ വേളാങ്കണ്ണിയിൽ നമ്മുടെ എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നപ്പോഴത്തെ വീഡിയോ ആണിത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ട്രെയിനിൽ കയറിയത്. മഴയൊക്കെ കാരണം ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. എന്തായാലും ഞങ്ങൾ എന്താ പറയുക, ഹാപ്പി ആയിട്ട് ട്രെയിനിൽ കയറി. അപ്പോൾ അതിനുശേഷം ഞങ്ങളെടുത്തൊരു വീഡിയോ ആണ്. അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ദേ കയറിയപ്പോൾ ട്രെയിനൊക്കെ കാലിയായിരുന്നു. പിന്നെയാണ് എല്ലാവരും കയറി തുടങ്ങിയത്. ഈ റോളൻഡ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ദേ നമ്മളുടെ ജെയ്ക്ക് എൻ്റെ മടിയിലിരിക്കുകയാണ്. ആൾക്ക് സൈഡിലിരിക്കുന്ന ഫസ്റ്റ് ടൈം. ആള് ചെറുപ്പത്തിലാണ്, വളരെ ചെറുതിലാണ് പോയത്. അപ്പോൾ ദേ വളരെ ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ് ട്രെയിനിൽ ഇങ്ങനെ കാഴ്ച കാണാൻ വേണ്ടി. ഇങ്ങനെ ഇരിക്കുന്ന സീനാണത്. ദേ നമ്മുടെ ജെഫ് ഉണ്ട്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നമ്മുടെ ജെഫ് ഉണ്ട്. അപ്പോൾ അവനും ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടി. ഇത് നമ്മുടെ ജെയ്ക്കിൻ്റെ കലിപ്പ് മോഡാണ് ഗൈസ്. ഒരുപാട് കാഴ്ചകളൊക്കെ ഇങ്ങനെ ട്രെയിനിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കാണും. അപ്പം ഞാനിങ്ങനെ പറയും അവിടെ അധികം നേരം നിൽക്കണ്ടെന്ന് പറഞ്ഞാലും പുള്ളിക്ക് വളരെ ഇഷ്ടമാണ് അങ്ങനെ നിന്ന് കാണാൻ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉള്ളിലോട്ട് കൊണ്ടുപോയി. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇത് കണ്ടോ, നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. ആ ആകാശവും ആ വെള്ളവും ഒക്കെ കൂടി കണ്ടിട്ട് അല്ലേ, ആ പുഴയും എല്ലാം കൂടി കണ്ടിട്ട് നല്ല രസമായിരുന്നു. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി, നല്ല പച്ചപ്പ് കാണാൻ പറ്റി. ട്രെയിനിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് ഈ സ്ലീപ്പർ AC എടുക്കാൻ വലിയ താല്പര്യമില്ല. കാരണം ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ നിന്ന് ആ കാറ്റും കൊണ്ട് ആ കാഴ്ചകൾ കാണുന്നതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ ഒന്ന് വേറെയാണ്. ഇതാ കണ്ടോ, നമ്മൾ ജെയ്ക്ക് കലിപ്പ് മോഡിലാണിപ്പോൾ. ഒന്നും പറയാനില്ല. ചില സമയത്ത് ഇങ്ങനെ കലിപ്പ് മോഡൊക്കെ ഇടും ആള്. കുറച്ച് നേരം കഴിയുമ്പോൾ ആള് കൂളാവും. അപ്പോൾ അത് ഇങ്ങനെ കണ്ണു ചിമ്മാണ്ട് നോക്കുക. എന്നിട്ട് ആള് ഉറക്കത്തിൻ്റെ മൂഡിലായി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ. ഞങ്ങൾ എത്തി. നാഗപട്ടണത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ദേ ലഗേജൊക്കെ കൊണ്ട് ആ തിരക്കിനിടയിൽ നടന്നു പോകുന്ന റോളൻഡിനെയാണ് കാണുന്നത്. ഞങ്ങൾ ഹോട്ടലിൽ റൂമൊക്കെ എടുത്തു. അധികം വേളാങ്കണ്ണി തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തത്. പിന്നെ ഇതാ പിള്ളേരൊക്കെ വന്നു ടയേർഡായി കിടക്കുകയാണ്. അപ്പോൾ AC റൂം തന്നെ എടുത്തു. കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അത് കാരണം AC റൂം എടുത്തു, കുട്ടികളൊക്കെ ഉള്ള കാരണം. ഇതേ നമ്മുടെ റോളൻഡ് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണിത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്തൊക്കെ ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ദാ നമ്മളുടെ പള്ളിയിലേക്ക് വന്നു ഞങ്ങൾ. അടുത്ത ദിവസമാണ് കുർബാന. സൺഡേ ആയിരുന്നു കുർബാന. പക്ഷെ ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്തുള്ള പള്ളി ഉണ്ടല്ലോ, മറ്റേ മലയാളം കുർബാനയല്ല, അതല്ലാതെയുള്ള നോർമൽ പള്ളിയിൽ നമ്മൾ പോയി. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഇച്ചിരി മഴയുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ആയിട്ടുള്ള കാരണം അങ്ങനെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയപ്പം മക്കൾക്കാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ അവരുടെ ആ സന്തോഷം കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പള്ളിയിലൊക്കെ പോയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ലൈവിൽ വരുന്നവരെല്ലാം ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മൾ ആ എൻട്രൻസ്, ആ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കാണിത്. നമ്മളുടെ എല്ലാവർക്കും അറിയാമല്ലോ, വേളാങ്കണ്ണി പള്ളിയിൽ പോകാത്ത അധികം പേര് ഉണ്ടാവില്ല അധികം പേര്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാനുള്ള രാത്രിയിലത്തെ ഡിന്നറാണ്. ഞങ്ങൾ ഫ്രൈഡ് റൈസും ചിക്കൻ 65 ആണ് ഓർഡർ ചെയ്തത്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം ഞാൻ വെജ് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇത് ദേ നമ്മൾ തിരി കത്തിക്കുന്ന അവിടെ വന്നിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരി കത്തിച്ചു. തിരി കത്തിക്കാൻ വേണ്ടി വന്ന ആ ഒരു വീഡിയോ ആണിത്. നമ്മുടെ ജെയ്ക്കുണ്ട് റോളൻഡിൻ്റെ കയ്യിൽ. ആൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കണം എന്നൊക്കെ വാശി പിടിക്കും. അപ്പം ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി. ആ പള്ളിയുടെ അകത്ത് കയറി അധികം വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, അവിടെ അലൗഡ് അല്ല. ഇത് കുർബാനയുടെ ടൈമിൽ നമ്മൾ കയറിയ ഫോട്ടോ വീഡിയോ ആണിത്. നമ്മളുടെ എന്താ പറയുക, മോർണിംഗ് സ്റ്റാർ ചർച്ചിലായിരുന്നു കുർബാന. അപ്പോൾ മലയാളം കുർബാന കൂടാനായിരുന്നു. സൺഡേ രാവിലെയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതേ നമ്മളുടെ വലിയൊരു ജീസസിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു. അപ്പം നല്ല വെയിലും ഉണ്ട്, ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു ഫോട്ടോ എടുത്തിട്ട് വേഗം അവിടെ നിന്ന് ഓടി. കാരണം ഭയങ്കര വെയിലായിരുന്നു. പനന്നങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാട്ടോ ഈ പനന്നങ്ക്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ചാടിപ്പോയി വീണു എൻ്റെ മുകളിൽ. ഞാൻ പറഞ്ഞു എനിക്കിത് എന്തായാലും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 കിറ്റ് നിറച്ചൊരു 10-40 പനന്നങ്ക് വാങ്ങി. ചക്കയും കണ്ടു, നല്ല ചക്കയും കണ്ടു. അപ്പോൾ എൻ്റെ മമ്മിയൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ സിസ്റ്ററും ബ്രദറൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലി ആയിട്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ചക്ക എനിക്ക് എൻ്റെ മമ്മിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വാങ്ങിക്കൊടുത്ത് എല്ലാവരും കഴിച്ചു. പിന്നെ അതേ പള്ളിയിൽ നിന്നുള്ള വീഡിയോസൊക്കെയാണ്. മഴയായത് കാരണം അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് പള്ളിയിൽ നിന്നുള്ള വീഡിയോസ് എടുത്ത ഒരു ഇതാണത്. കാരണം നമ്മൾ തലേദിവസം അധികം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം ഈ ദിവസമാണ് നമ്മൾ കുറച്ച്
ആ പള്ളിയൊക്കെ ഒന്നും കൂടി ഒന്ന് പോയി കണ്ട് പ്രാർത്ഥിച്ചത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ദേ മഴയാണോ വെയിലാണോ എന്നൊന്നും പിള്ളേർക്കില്ല. പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം മാത്രമേ ഉള്ളൂ. എപ്പോൾ വീഴും എന്നൊന്നും ഒരു വിചാരമില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ച് രണ്ട് പ്രാവശ്യം വീണു, കാല് ചെറുതായിട്ട് പൊട്ടി. ഓടിക്കളിയാണല്ലോ. ഇപ്പം ഈ ജയിക്കിൻ്റെ, അതായത് എൻ്റെ രണ്ടാമത്തെ കൊച്ചിൻ്റെ അതേ പ്രായം തന്നെയാണ് എൻ്റെ സിസ്റ്ററിൻ്റെ മൂത്ത ആൾക്കും. അപ്പം അത് കാരണം രണ്ടുപേരും കൂടി ഭയങ്കര കൈ പിടിച്ച് നടത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ശരിക്കും എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം ഒരു ട്രിപ്പ് പോയപ്പോൾ ഒരുപാട് സന്തോഷമായി, ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ പള്ളിയിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറെ പരിപാടികളൊന്നുമില്ല. അവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരി കത്തിച്ചു. ഇതാ ഒരുമിച്ചുള്ളൊരു ഫോട്ടോസൊക്കെയാണ് ഗൈസ് ഇത്. ഇതാണ് ഞങ്ങൾ കുർബാനയ്ക്ക് പോയപ്പോഴത്തെ ഡ്രസ്സാട്ടോ, അത് റെഡ് ചുരിദാർ. പിന്നെ പള്ളിയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഇത് ആ വേളാങ്കണ്ണി മാതാവിൻ്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്താണ്, പള്ളിയുടെ അകത്ത് നിന്ന് എടുത്തതാണിത്. ഫോട്ടോസ് അധികം എടുക്കാൻ പാടില്ല. അപ്പോൾ ദേ തിരിയൊക്കെ കത്തിക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. ഭയങ്കര റഷൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോന് വേണ്ടി ചെവിയുടെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ ഒരു വീട്, അപ്പോൾ അതിന് വേണ്ടിയൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ഞങ്ങളും പ്രാർത്ഥിച്ചു. അങ്ങനെ നാഗപട്ടണത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചെത്തി നാഗപട്ടണം സ്റ്റേഷനിൽ. ഇത് പള്ളിയിലെ ഫോട്ടോസാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിലെത്തിയ വീഡിയോ ആണിത്. സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ നമുക്ക് സങ്കടമായി. കാരണം 1-2 ദിവസം കൂടെ സ്പെൻഡ് ചെയ്താലോ എന്നൊക്കെയുള്ള ചിന്ത വന്നു. എവിടെ പോയാലും നമുക്ക് അങ്ങനെയാണ്. പക്ഷേ പിന്നെ ഇതേ പിള്ളേരെല്ലാവരും കൂടി കളിക്കുന്ന വീഡിയോ ആണിത്. നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ പിള്ളേർക്ക് എങ്ങനെയെങ്കിലും ട്രെയിനിൽ കയറിയാൽ മതി. അവർക്ക് ഇന്ന സ്ഥലത്തുനിന്ന് വീട്ടിലേക്കൊന്നും അല്ല, അവർക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ജയിക്ക് കണ്ടിട്ടില്ലായിരുന്നു, നമ്മുടെ റെയിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കാണിച്ചു കൊടുത്തതാണ്. ട്രെയിനിൽ എൻ്റെ കോലം കണ്ടോ ഗൈസ്, നമ്മൾ ഫുൾ ടയേർഡായി ആകെ ഇതായിട്ട് കോലം കെട്ട കോലത്തിലാണ് ഇരിക്കുന്നത്. ഇതന്നെ അവിടെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഗൈസ്. അപ്പം സേഫായിട്ട് എത്തി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.